എല്ലാവർക്കും സ്ട്രോങ് സിഗ്നേച്ചർ ഫിറ്റ്നസ് സീരീസിൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരാളുടെ ശരീരത്തിൽ എപ്പോഴാണ് ഒരു ആപ്സ് വിസിബിൾ ആവുക എന്നുള്ളതാണ്. എത്ര ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആപ്സ് വിസിബിളായി വരിക എന്നുള്ളതാണ്. ഇത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അയാളുടെ ശരീരത്തിലുള്ള ഫാറ്റ് പെർസെൻറ്റേജിനെയാണ്. ഈ ഫാറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതും അതിൻ്റെ ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളതും ഇതിന് മുമ്പുള്ള വീഡിയോസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. ഇന്ന് നമുക്ക് എത്ര ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ആപ്സ് വിസിബിൾ ആവുക എന്നുള്ളതാണ്. ഈ ആപ്സ് വിസിബിലിറ്റി മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫാറ്റ് പെർസെൻറ്റേജിനെയാണല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ഫാറ്റ് പെർസെൻറ്റേജ് ജെൻസിനാണെങ്കിൽ 12% ബിലോ പോകുമ്പോഴാണ് ആപ്സ് വിസിബിലിറ്റി കാണാൻ സാധിക്കുന്നത്. 12% ബിലോ പോകുമ്പോൾ അതിൻ്റെ ആപ്സ് വിസിബിലിറ്റി കൂടുന്നു. ഫാറ്റ് പെർസെൻറ്റേജ് കുറയുന്നതോടൊപ്പം തന്നെ ആപ്സ് വിസിബിലിറ്റി കൂടുന്നു, കൂടുതൽ ആപ്സ് വിസിബിലിറ്റി വരുന്നു. അത്ലറ്റിക്സ് അഥവാ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ 6 to 8% ആൻഡ് ബിലോ പോകുമ്പോഴായിരിക്കും അവരുടെ ആപ്സ് വിസിബിലിറ്റി വരുന്നത്. അതിനുവേണ്ടി തന്നെ അവർ കഠിനമായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളെല്ലാം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നോർമലായിട്ട് അങ്ങനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ആപ്സ് വിസിബിലിറ്റി 12% ബിലോ വരുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ഡയറ്റ് ഒരു മോഡറേറ്റ് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. ആ ഡയറ്റിനെ കുറിച്ചിട്ടും ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. ഓരോരുത്തരും ഫാറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പിൾ ഫോട്ടോസ് ഞാൻ കൊടുക്കാം. ആ ഫോട്ടോസിലുള്ള ഫാറ്റ് പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ ബോഡി ഫാറ്റിലുള്ളത്. 30% നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് മന്ത് വേണ്ടി വരും നിങ്ങളുടെ ഒരു ബോഡിയിൽ ആപ്സ് വിസിബിലിറ്റായി കാണപ്പെടാൻ. ആ ആപ്സ് വിസിബിലിറ്റായി കാണപ്പെടണമെങ്കിൽ നിങ്ങൾ ഹാർഡ് കോർ ആയിട്ടുള്ള വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നല്ലൊരു ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്യണം. ലോ കലോറിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോഴായിരിക്കും 8 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഒരു ആപ്സ് വിസിബിലിറ്റി ആയി വരുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ, നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 24 to 30% ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 5 to 8 മന്ത് വേണ്ടി വരും നിങ്ങളുടെ ഒരു ആപ്സ് വിസിബിലിറ്റി കാണാൻ സാധിക്കും. ഓക്കെ. ഇനി നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 18 to 24, 18 to 24% ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 3 to 5 മന്ത് അഥവാ 3 to 5 മന്ത് വേണ്ടി വരും നിങ്ങളുടെ ഒരു ആപ്സ് വിസിബിലിറ്റി കാണാൻ സാധിക്കും. ഓക്കെ. ഇനി ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 10 to 18, 10 to 18, അപ്രോക്സിമേറ്റ്ലി 1 to 3 മന്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്സ് വിസിബിലിറ്റി കാണാൻ സാധിക്കും. ലോ കലോറി ഡയറ്റ് ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നല്ലൊരു വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ 1 to 2 ആ ഒരു 1 to 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്സ് വിസിബിലിറ്റി കാണാൻ സാധിക്കും. ഈ ഒരു മൈൻഡിൽ ഈ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ. ഈ ഫസ്റ്റ് ഈ പറഞ്ഞ കണക്കുണ്ടല്ലോ, ഇത്ര ദിവസം മിനിമം വേണ്ടി വരും നിങ്ങൾക്ക് ഒരു ആപ്സ് വിസിബിലിറ്റി കാണാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു 1 മന്ത് പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ട് സെക്കൻഡ് മന്തിൽ നിങ്ങൾക്ക് ആപ്സ് കിട്ടണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബോഡിയിൽ ഒരു ആപ്സിന് മാത്രം ഡെയിലി പോയി എക്സസൈസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ആപ്സ് വിസിബിലിറ്റി വരില്ല. കാരണം ആപ്സ് എല്ലാവർക്കും ജനറ്റിക്കലി ശരീരത്തിലുള്ളതാണ്. നമ്മൾ ആപ്സ് എക്സസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി അഥവാ അതിൻ്റെ ക്വാളിറ്റിക്കാണ് വ്യത്യാസപ്പെടുന്നത്. കൂടുതൽ ആപ്സ് എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് പെർസെൻറ്റേജ് കുറയുമ്പോൾ ആ ക്വാളിറ്റി കൂടിയ മസിൽസ് വിസിബിൾ ആവാൻ കാണപ്പെടുന്നു. ആപ്സ് മെയിനായിട്ട് എക്സ്റ്റേണൽ ഒബ്ലിക്കോ ഇൻറ്റേർണൽ ഒബ്ലിക്കോ, അതിന് അപ്പർ ആപ്സ്, ലോവർ ആപ്സ്, ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള ആപ്സ് ഉള്ളത്. ഈ ആപ്സിനെല്ലാം വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്നാലാണ് ആ മസിൽസ് എല്ലാം ഒരുപോലെ വർക്കൗട്ട് ചെയ്ത് ഒരുപോലെ അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്താലാണ് നമ്മുടെ ആപ്സ് വിസിബിലിറ്റി കൂടുതലായി കാണാൻ സാധിക്കും ഫാറ്റ് പെർസെൻറ്റേജ് കുറയുമ്പോൾ. ഇനി നിങ്ങളുടെ ഫാറ്റ് പെർസെൻറ്റേജ് ഏറ്റവും സിമ്പിളായി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴി LBM റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളത്, ലീൻ ബോഡി മാസ് കണ്ടെത്തുക എന്നുള്ളത്. ലീൻ ബോഡി മാസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് പെർസെൻറ്റേജ് ഒഴിവാക്കി കഴിഞ്ഞിട്ട് വരുന്ന ബോഡിയിലുള്ള മസിൽ മാസിനെയാണ് LBM എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്യൂറായിട്ടുള്ള ബോഡിയിലുള്ള ആ ഒരു മസിൽസിനെ മാത്രമാണ് LBM എന്ന് പറയുന്നത്. ഈ LBM കാൽക്കുലേറ്റ് ചെയ്യാൻ ഓൺലൈനിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്, നിങ്ങൾക്കിങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് 100% കറക്റ്റ് അല്ല, ഏകദേശം ഒരു ഐഡിയ നമുക്ക് എത്ര പെർസെൻറ്റേജ് ലീൻ ബോഡി മാസ് വരുമ്പോഴാണ് അത് കിട്ടുക എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി ഈ കാൽക്കുലേറ്ററിൽ കിട്ടുന്ന വാല്യൂ തീർച്ചയായും അത് ലീൻ ബോഡി മാസിൻ്റെയാണ്. ഒരിക്കലും ഒരാൾക്ക് ആ ലീൻ ബോഡി മാസിൽ ഒരിക്കലും സ്റ്റേ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിന് ഫാറ്റ് അത്യാവശ്യമാണ്. നമ്മുടെ ബോഡി ഫങ്ഷൻ അങ്ങനെയെല്ലാം ഫാറ്റ് അത്യാവശ്യമാണ്. ഈ ഫാറ്റ് പെർസെൻറ്റേജ് അപ്രോക്സിമേറ്റ്ലി 10%. അപ്പോൾ ഈ ലീൻ ബോഡി മാസ് പ്ലസ് 10% ഫാറ്റ് കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് ആ ഒരു പെർസെൻറ്റേജിലെത്തുമ്പോൾ നമ്മുടെ ആപ്സ് വിസിബിളായി കാണപ്പെടുന്നതായിരിക്കും. ഓവർ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ വെയിറ്റ് കുറച്ച് ആ ഒരു വെയിറ്റിലെത്തിക്കുക. കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കലോറി ഡിക്രീസ് അഥവാ കലോറിയുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് ഈ വെയിറ്റിലേക്ക് നിങ്ങളുടെ ശരീരത്തിൽ എത്തിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആപ്സ് വിസിബിളായി കാണപ്പെടുന്നതായിരിക്കും. ഈ എക്സസൈസ് മെയിനായിട്ട് കൂട്ടാൻ ശ്രദ്ധിക്കുക. കാർഡിയോ എക്സസൈസ് കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കലോറി ഡെയിലി ബേൺ ചെയ്യുന്നത് കൂടും. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് ബേൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഒരു 12% ആൻഡ് ബിലോ ബോഡി ഫാറ്റിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു ആപ്സ് വിസിബിളായി കാണപ്പെടുന്നതായിരിക്കും.
ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു ആപ്സ് എപ്പോഴാണ് ഒരു ശരീരത്തിൽ കാണപ്പെടുക എന്നുള്ളത്. ഇതാണ്, ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ട് വർക്കൗട്ട് പ്രോഗ്രാം കാര്യങ്ങൾ എല്ലാം ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞാൽ നമ്മൾ ജെൻസിൻ്റെ 15% ലേഡീസിൻ്റെ കാര്യങ്ങൾ ബോഡി പെർസെൻറ്റേജ് കുറയുന്നു. അതുപോലെ തന്നെ ആപ്സ് വിസിബിളായി കാണപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ തന്നെ ലേഡീസിൻ്റെ കാര്യത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ അവർക്കും കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ലീൻ ബോഡി മാസ് ഇൻഡെക്സ് റേഷ്യോ എല്ലാം. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ഫ്രം സ്ട്രോങ് സിഗ്നേച്ചർ.